ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ വലിയ പ്രതിസന്ധിയാണ് റയൽ മാഡ്രിഡ് അനുഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് ഹൊസെ മൊറീഞ്ഞോയെ ഇപ്പോൾ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത്. പൂർണ്ണ അധികാരം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. 2 വർഷത്തെ കരാറിലാണ് മൊറീഞ്ഞോ ഇപ്പോൾ ക്ലബ്ബുമായി ഒപ്പുവെക്കുന്നത്. ഏതായാലും വലിയ അഴിച്ചുപണികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. അതായത് പല പൊസിഷനുകളും ശക്തിപ്പെടുത്താൻ ഹൊസെ മൊറീഞ്ഞോ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ചില താരങ്ങളെ അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ പൊസിഷനുകൾ അഥവാ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പൊസിഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് സെന്റർ ബാക്ക് പൊസിഷനാണ്. 1-2 താരങ്ങളെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് മൊറീഞ്ഞോ കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി റൈറ്റ് ബാക്കിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരും. കാരണം ഡാനി കാർവഹൽ ഇപ്പോൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ബാക്ക് താരത്തെ ആവശ്യമായി വരികയാണ്. മധ്യനിര ശക്തിപ്പെടുത്താനും മൊറീഞ്ഞോ തീരുമാനിച്ചിട്ടുണ്ട്. 1-2 മധ്യനിര താരങ്ങളെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഒരു വിങ്ങറെ റയൽ മാഡ്രിഡ് കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് മാർക്കസ് റാഷ്ഫോർഡിനെ ഹൊസെ മൊറീഞ്ഞോ എത്തിച്ചേക്കും എന്നുള്ള റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഒരു വിങ്ങറെ കൊണ്ടുവരാൻ ഹൊസെ മൊറീഞ്ഞോ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 4 പൊസിഷനുകളാണ് ശക്തിപ്പെടുത്തുക. സെന്റർ ബാക്ക്, മധ്യനിര, റൈറ്റ് ബാക്ക്, ഒരു വിങ്ങർ. ഈ പൊസിഷനുകളിൽ പുതിയ താരങ്ങൾ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ പല താരങ്ങൾക്കും ക്ലബ്ബ് വിടേണ്ടി വരുമെന്നും ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ മൊറീഞ്ഞോ വരുത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.